എപ്പിസോഡിൻ്റെ തുടക്കത്തിൽ നമ്മൾ കാണുന്നത് ഡ്രേക്ക് ആണെങ്കിൽ നല്ല പഠിപ്പി ലുക്കിലും കാര്യങ്ങളൊക്കെ പുള്ളിക്കാരൻ കണ്ണടൊക്കെ വെച്ച് നിൽക്കുന്നുണ്ട്. അങ്ങനെ പഠിത്തത്തിൻ്റെ ഇടയിലാണെങ്കിൽ ഒരു കോൺബിൽ വന്ന് അടിക്കുന്നുണ്ട്. അപ്പോൾ അവളോട് ഇങ്ങനെ പുറത്ത് നിന്ന് സംസാരിക്കുന്നുണ്ട്, നീ ഇപ്പം എന്തിനാ നിന്നെ കാണാൻ വേണ്ടിയിട്ടാണെന്ന് പറയുന്നുണ്ട്. പുള്ളിക്കാരുടെ പേര് ഷെയ്റ എന്നാട്ടോ. ഇവൻ പഠിക്കുന്ന പുതിയ കോളേജിലുള്ള ഇവൻ്റെ ക്ലാസ്മേറ്റ് ആണ്. പുള്ളിക്കാർ ഇവനെ നല്ല രീതിയിൽ ഇഷ്ടപ്പെടുന്നുണ്ട്. പിന്നീട് നമ്മൾ കാണുന്നത് ട്രിപ്പിനെയാണ്. ട്രിപ്പ് ആ ക്യാമറാമാനാണ്. പുള്ളിക്കാരൻ്റെ അച്ഛൻ പുള്ളിക്കാരൻ്റെ അടുത്തേക്ക് വന്നിട്ട് പറയുന്നുണ്ട്, ആ ഡ്രേക്കൊക്കെ അവിടെ അഡ്മിഷനും കാര്യങ്ങളൊക്കെ മേടിച്ചു, നിനക്ക് എന്തായാലും അതിനുള്ള കഴിവില്ലല്ലോ എന്നുള്ള രീതിയിലൊക്കെ അവനെ നല്ല രീതിയിൽ കളിയാക്കുന്നുണ്ടായിരുന്നു. ലൈക്ക് നല്ല ദേഷ്യത്തിൽ പെരുമാറുന്നുണ്ടായിരുന്നു. പിന്നെ നല്ല രീതിയിൽ ദേഷ്യവും കാര്യങ്ങളൊക്കെ വരുന്നുണ്ടായിരുന്നു. ഓരോന്ന് പറഞ്ഞിട്ട് ഡാഡിനെ അവിടെ പറഞ്ഞു വിടുന്നുണ്ടായിരുന്നു. എന്നിട്ട് ഇവൻ്റെ പണിയും കാര്യങ്ങളൊക്കെ നോക്കുന്നുണ്ട്. പിന്നീട് കാണുന്ന ഡ്രേക്കിനെയാണ്. ഡ്രേക്ക് അങ്ങനെ പുറത്തേക്ക് വരുമ്പോഴാണെങ്കിൽ അവിടെ ഷെയ്റ ഉണ്ടായിരുന്നു. ഷെയ്റനെ കണ്ടപ്പോൾ നിങ്ങൾക്ക് മനസ്സിലായോ ഇത് നമ്മുടെ സെക്ഷൻ എയിലെ ഫ്രൈ ആണെന്നുള്ള കാര്യം നിങ്ങൾക്ക് മനസ്സിലായെന്ന് തോന്നുന്നു. പിന്നീട് കാണുന്ന ട്രിപ്പിനെയാണ്. ട്രിപ്പാണെങ്കിൽ പുതിയ കോളേജിലേക്ക് വന്നിട്ടുണ്ടായിരുന്നു. ഇവങ്ങനെ ആലോചിക്കുന്നുണ്ടായിരുന്നു, എല്ലാവരും ഡ്രേക്കിനെ വെച്ച് തന്നെ ഇങ്ങനെ കമ്പയർ ചെയ്യുന്നുണ്ട്. എന്തായാലും ഡ്രേക്കിന് നല്ല അടിപൊളി കോളേജായിട്ടുള്ള SCA പറഞ്ഞിട്ടുള്ള കോളേജിലും കാര്യങ്ങളൊക്കെ അഡ്മിഷൻ കിട്ടിയിട്ടുണ്ടായിരുന്നല്ലോ. ഈ ഡാഡാണെങ്കിൽ ചെറുപ്പം മുതലേ ഇങ്ങനെ ഈ ഡ്രേക്കിനായിട്ട് കമ്പയർ ചെയ്ത് ഡ്രേക്കിനെ ഇപ്പോൾ തീരെ ഇഷ്ടമല്ലാത്ത രീതിയിലായിട്ടുണ്ട്. അങ്ങനെ ഓരോ കാര്യങ്ങളും ആലോചിച്ചാണ് ആ ഒരു പുതിയ കോളേജിലേക്ക് വന്നിട്ടുണ്ടായിരുന്നു. തനിക്കാണെങ്കിൽ ഇഷ്ടപ്പെട്ട സബ്ജക്റ്റോ കാര്യങ്ങളൊക്കെ കിട്ടിയിട്ടില്ല. ഡ്രേക്കിന് കിട്ടിയതൊക്കെ ഇങ്ങനെ ആലോചിച്ച് വരുമ്പോഴായിരുന്നു അവിടെ നമ്മുടെ പുതിയൊരു അംഗത്തെ കാണുന്ന വേറെ ആരുമില്ല, നമ്മുടെ ആലിസിനെ കാണുന്നുണ്ടായിരുന്നു. അപ്പോൾ അവന് മനസ്സിലാവുന്നുണ്ട് ആ പഴയ കുട്ടിയല്ലേ എന്നുള്ള കാര്യം. ലൈക്ക് ഫോട്ടോസും കാര്യങ്ങൾ ക്ലിക്ക് ചെയ്ത് ആ ആളല്ലേ എന്നുള്ള കാര്യം മനസ്സിലാവുന്നുണ്ടായിരുന്നു. അങ്ങനെ അവിടെ വെച്ച് ചോദിക്കുന്നുണ്ടായിരുന്നു, കാര്യങ്ങളൊന്നല്ല ചോദിക്കും, ജസ്റ്റ് ചോദിക്കുന്നുണ്ട് എന്താ അവിടെ നിൽക്കുന്നത് ചോദിക്കുമ്പോൾ അവൾ പറയുന്നുണ്ടായിരുന്നു ജസ്റ്റ് ആ ഓഫീസോ കാര്യങ്ങളൊക്കെ അറിയാൻ വേണ്ടിയിട്ടാണ്. അപ്പോൾ അവൻ പറയുന്നുണ്ടായിരുന്നു അവിടെ പരിചയക്കാരുണ്ട്, സോ അവളേക്കെന്നാണെങ്കിൽ പേരും അതുപോലെ തന്നെ അവളുടെ മെയിൽ ID യും കാര്യങ്ങളും വാങ്ങിക്കുന്നുണ്ടായിരുന്നു. അങ്ങനെ അവർ പരസ്പരം പരിചയപ്പെട്ടിട്ട് അവിടെ നിന്ന് പോകുന്നുണ്ടായിരുന്നു. പിന്നീട് നമ്മൾ കാണുന്നതാണെങ്കിൽ നമ്മുടെ ആലിസിനെ. ആലിസ് ആണെങ്കിൽ പ്രാർത്ഥിച്ച് നിൽക്കുന്ന ഒരു കാഴ്ച കേട്ടോ. എനിക്ക് ഡ്രേക്ക് ബേബി നല്ല രീതിയിൽ തന്നെ എനിക്കെപ്പോഴും അവനോടൊപ്പം നല്ല രീതിയിൽ റിലേഷനും കാര്യങ്ങളും മുന്നോട്ട് പോകാൻ പറ്റണം എന്നുള്ള രീതിയിലൊക്കെ ഞാൻ പ്രാർത്ഥിക്കുന്നുണ്ടായിരുന്നത്. ഈ ദിവസമാണെങ്കിൽ ആ ഡ്രേക്കിനെ നല്ല മുറുക്കി പിടിച്ചിട്ട് തന്നെ അവൾ നിൽക്കുന്നുണ്ടായിരുന്നു. അപ്പോൾ അവൻ പറയുന്നുണ്ടായിരുന്നു, നീ ക്ലാസ്സിന് പോകുന്നില്ല എന്നുള്ള കാര്യം, നമുക്ക് കുറച്ച് നേരം കൂടെ ഇങ്ങനെ നിൽക്കാൻ എനിക്ക് പോകാൻ തോന്നുന്നില്ല എന്ന രീതിയിലൊക്കെ അവളിങ്ങനെ സംസാരിക്കുമ്പോൾ അങ്ങനെ അവളാണെങ്കിൽ അവിടെ നിന്ന് അവൻ ഇങ്ങനെ പറഞ്ഞു വിടുന്നുണ്ടായിരുന്നു. എന്നിട്ടാണെങ്കിൽ അവൾ പറയുന്നുണ്ട്, അവൻ തിരിച്ച് വിളിക്കുന്നുണ്ട് സ്റ്റുപ്പിഡ് എന്നുള്ള രീതിയിൽ വിളിക്കുമ്പോൾ അവൾ മൈൻഡ് ആക്കുന്നില്ല. പിന്നെ എൻ്റെ സ്റ്റുപ്പിഡ് എന്നുള്ള രീതിയിൽ വിളിക്കുമ്പോൾ അങ്ങനെ തിരിച്ച് നോക്കിയിട്ട് അവിടെ ചെറിയൊരു റൊമാൻസും കാര്യങ്ങളും ക്രിയേറ്റ് ആവുന്നുണ്ടായിരുന്നു. അങ്ങനെ അവൻ അവിടെ നിന്ന് പോകുന്നുണ്ടായിരുന്നു. പിന്നീട് നമ്മൾ കാണുന്നത് നമ്മുടെ ആലീസ് ആണെങ്കിൽ വീണ്ടും കോളേജിലേക്ക് വന്നിട്ടുണ്ടായിരുന്നു. ഇവിടെയാണെങ്കിൽ ഫ്രഷേഴ്സിന് വേണ്ടിയിട്ട് ഈ കോളേജൊക്കെ മൊത്തത്തിൽ കാണുന്ന ഒരു കാഴ്ച ഉണ്ടല്ലോ, സോ അതിനുവേണ്ടി വാക്കിന് പോവുമായിരുന്നു. ആ ഒരു സമയത്താണെങ്കിൽ ഇവർക്ക് പെയറോ കാര്യങ്ങളൊന്നുമില്ല. ഇവളിങ്ങനെ ആയെ നല്ല രീതിയിൽ മിസ് ചെയ്ത് നിൽക്കുമ്പോൾ അങ്ങോട്ടേക്ക് ട്രിപ്പ് വരുന്നുണ്ടായിരുന്നു. ഒരു ട്രിപ്പ് ഇങ്ങനെ ചോദിക്കുന്നുണ്ടായിരുന്നു, നമുക്ക് അതിന് പോയാലോ എന്നുള്ള രീതിയിൽ. അപ്പോൾ ഇവളാണെങ്കിൽ ഇങ്ങനെ ആലോചിച്ച് നിൽക്കുന്നുണ്ടായിരുന്നു, ലൈക്ക് എനിക്ക് ബോയ് ഫ്രണ്ടോ കാര്യങ്ങളൊക്കെ ഉണ്ട്, ദയവേദി നമ്മൾ പെയർ ആവില്ല എന്നുള്ള രീതിയിൽ പറയുമ്പോൾ അപ്പോൾ അവൻ പറയുന്നുണ്ടായിരുന്നു ജസ്റ്റ് ഒന്ന് വാക്ക് ചെയ്യാൻ വേണ്ടിയിട്ട് പെയറിനെ ചോദിച്ചെന്നുള്ള രീതിയിൽ. അപ്പോൾ അവൾ നല്ല രീതിയിൽ തന്നെ അവിടെ ചമ്മി നിന്ന് അവൻ്റെ ഒപ്പം പോകുന്നുണ്ടായിരുന്നു. അപ്പോൾ ഇവൾക്കാണെങ്കിൽ ഇവനെ തീരെ മനസ്സിലാവുന്നില്ല, ഇന്നലെ കണ്ട പയ്യനാന്നുള്ള കാര്യം. അപ്പോൾ അവനാണെങ്കിൽ പറയുന്നത് നമ്മൾ ഇന്നലെ സംസാരിച്ചിട്ടുണ്ടായിരുന്നു, ട്രിപ്പ് എന്നാണ് എൻ്റെ പേര് എന്നുള്ള രീതിയിൽ പറയുന്നുണ്ടായിരുന്നു. ട്രിപ്പ് മാർക്ക് എന്നുള്ള രീതിയിൽ പാൽമ എടുത്ത് പറയുന്നില്ല കേട്ടോ, കാരണം ഇപ്പം തന്നെ പാൽമ പറയേണ്ട എന്നുള്ള രീതിയിൽ അവൻ്റെ ഫുൾ നെയിം പറയുമ്പോൾ ട്രിപ്പ് മാർക്ക് പാൽമ എന്നാണ്. ട്രിപ്പ് മാർക്ക് എന്ന് മാത്രമേ പറയുന്നുള്ളൂ. ഇവളാണെങ്കിൽ നല്ല അന്തംഗമ്യാളെ പോലെ ഇങ്ങനെ നടക്കുന്നുണ്ടായിരുന്നു. ഒരു 2-3 വട്ടമൊക്കെ ആയിട്ട് അവൻ്റെ പേരും കാര്യങ്ങൾ ചോദിക്കുന്നുണ്ടായിരുന്നു. പിന്നെ ഇവർ രണ്ടുപേരും ഒരേ വൈബായതുകൊണ്ട് തന്നെ പെട്ടെന്ന് കണക്റ്റ് ആവുന്നുണ്ടായിരുന്നു കേട്ടോ. പിന്നീട് നമ്മൾ കാണുന്നത് ഡ്രേക്കിനെ അതുപോലെ തന്നെ നമ്മുടെ ഷെയ്റേനെയാണ്. ഷെയ്റേനെങ്കിൽ നല്ല രീതിയിൽ ഫ്ലേർട്ട് ചെയ്തിട്ടായിരുന്നു നടക്കുന്നുണ്ടായിരുന്നു. നല്ല ഹീൽസും കാര്യങ്ങളൊക്കെ ധരിച്ചതുകൊണ്ട് തന്നെ ജസ്റ്റ് ഒന്ന് പടം മറിഞ്ഞ് വീഴുന്നുണ്ടായിരുന്നു. ആ ഒരു സമയത്താണെങ്കിൽ ഡ്രേക്ക് അവളിങ്ങനെ എടുത്ത് കൊണ്ടുപോകുന്നുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ അവിടുത്തെ എല്ലാവരും ഇവളെ തന്നെ ഇവരെ രണ്ടുപേരും തന്നെ നല്ല രീതിയിൽ നോക്കുന്നുണ്ടായിരുന്നു. പിന്നീട് കാണുന്നത് ഷീനെ അതുപോലെ തന്നെ നമ്മുടെ ആയ അതുപോലെ ഗെൻഡിനെയാണ്. ഇവർ 3 പേരും ഇങ്ങനെ ഒരുമിച്ച് നടന്നു വരുന്ന സമയത്താണെങ്കിൽ ഈ ഒരു കാഴ്ച കാണുന്നുണ്ടായിരുന്നു. നമ്മുടെ ആയക്കാണെങ്കിൽ കണ്ടിട്ട് സഹിക്കാൻ പറ്റുന്നില്ല, കാരണം ആലിസിൻ്റെ ഫിയാൻസ് ലൈക്ക് ലവറാണല്ലോ നമ്മുടെ ഡ്രേക്ക്. സോ അതുകൊണ്ട് തന്നെ ആ ഒരു കാര്യങ്ങളെ കുറിച്ചൊക്കെ സംസാരിക്കുന്നുണ്ടായിരുന്നു. കൂടെ തന്നെ ഇവർ 2 പേരും നമ്മുടെ ഷീനെ അതുപോലെ തന്നെ നമ്മുടെ ഡ്രേക്ക് ഒരുമിച്ച് മുന്നേ പഠിച്ചവരായിരുന്നു. ആ ഒരു സമയത്ത് ഇവർ 2 പേരും റിലേഷനും കാര്യങ്ങളൊക്കെ ഉണ്ടായെന്നുള്ള രീതിയിലൊക്കെ സംസാരവും കാര്യങ്ങളൊക്കെ ഷീന് പറയുന്നുണ്ടായിരുന്നു. കൂടെ തന്നെ അതിൻ്റെ ഇടയിലുള്ള ഓരോ ഫ്ലേട്ടിങ് കാര്യങ്ങളും നമ്മുടെ ആയൻ്റെയും ഗെരിയുടെയും ഫ്ലേട്ടിങ് കണ്ടപ്പോൾ ഭയങ്കര ഡ്രമാറ്റിക്കായിട്ട് തോന്നുന്നുണ്ടെന്നുള്ള കാര്യം ഷീന് പറയുന്നുണ്ടായിരുന്നു. അങ്ങനെ നമുക്ക് ഇത് കണ്ടിട്ടാണെങ്കിൽ തീരെ സഹിക്കാനേ പറ്റുന്നില്ല കേട്ടോ, കാരണം കണ്ട ഫ്രണ്ടായിട്ടുള്ള ആലീസിനെയാണ് ഇപ്പോൾ ഇങ്ങനെ പറ്റിക്കുന്നുള്ള രീതിയിൽ സംസാരിക്കുമ്പോൾ ലൈക്ക് നേരെ തന്നെ മെസ്സേജ് അയക്കുന്നുണ്ടായിരുന്നു. തൻ്റെ ഡ്രേക്ക് ആണെങ്കിൽ ഇവിടെ നല്ല രീതിയിൽ വേറെ ഗേൾസിൻ്റെ ഫ്ലേട്ടും കാര്യങ്ങളൊക്കെ ചെയ്യുന്നുണ്ടോ എന്ന് സൂക്ഷിച്ചെന്നുള്ള രീതിയിൽ. പിന്നെ നമ്മൾ കാണുന്നതാണെങ്കിൽ നമ്മുടെ ഷെയ്റ ബാൻഡേജും കാര്യങ്ങളും കെട്ടുന്നതാണ്. സോ വലിയ രീതിയിൽ പ്രശ്നമോ കാര്യങ്ങളൊന്നുമില്ല, പക്ഷേ നടക്കാൻ ഒരു ബുദ്ധിമുട്ടുണ്ട്. തന്നെ ഒന്ന് വീട്ടിൽ കൊണ്ടാക്കുന്ന രീതിയിൽ ഭയങ്കര ഫ്ലേർട്ട് ചെയ്ത് ഭയങ്കര ഇട്ടു ഇങ്ങനെ കൊഞ്ചിയിട്ടായിരുന്നു സംസാരിക്കുന്നുണ്ടായിരുന്നു. അപ്പോൾ ഇവനാണെങ്കിൽ അവളെ വീട്ടിലേക്ക് കൊണ്ടുപോകാൻ വേണ്ടിയിട്ട് റെഡി ആയിട്ടുണ്ടായിരുന്നു. അപ്പോൾ അവളിങ്ങനെ പറയുന്നുണ്ടായിരുന്നു, തനിക്ക് എന്നോട് പഴയ ഇഷ്ടമോ കാര്യങ്ങളൊക്കെ ഉള്ളതുകൊണ്ടല്ലേ ഇപ്പോൾ എന്നെ വീട്ടിൽ കൊണ്ടുപോകാൻ സമ്മതിച്ചെന്നുള്ള രീതിയിലൊക്കെ ഭയങ്കര ഫ്ലേർട്ട് ചെയ്ത് സംസാരിക്കുന്നുണ്ടായിരുന്നു. അങ്ങനെ അവൻ റൂമിലേക്ക് ആക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ എൻ്റെ ആ ഒരു ഫ്ലാറ്റിലെ റൂമിൽ വരെ കൊണ്ടുപോയി എത്തിക്കുന്നുണ്ടായിരുന്നു. അങ്ങനെ അവിടെ ആക്കി തിരിച്ച് പോകുമ്പോൾ വലിയ രീതിയിൽ നടക്കുന്നില്ല. അതിൻ്റെ തൊട്ടടുത്ത് തന്നെയാണ് അവൻ്റെ റൂം എന്നുള്ള കാര്യം മനസ്സിലാക്കാൻ. സോ സെയിം ഫ്ലാറ്റും കാര്യങ്ങളൊക്കെയാണ്. പിന്നീട് നമ്മൾ കാണുന്നത് ആ ഒരു വാക്കും കാര്യങ്ങളൊക്കെ. അപ്പോൾ ഇവനാണെങ്കിൽ അങ്ങോട്ട് പോകുന്നു, ഇവളാണെങ്കിൽ ഇങ്ങോട്ട് തിരിയണ്. ആ രീതിയിൽ ഭയങ്കര ടയേർഡായി നിൽക്കുന്നുണ്ടായിരുന്നു. എനിക്ക് ആയി നല്ല രീതിയിൽ മിസ് ചെയ്യുന്നുണ്ട്, നീ ഒരു ഫ്രണ്ടായിട്ട് എന്താ ആ രീതിയിൽ കാണിക്കത്തി ഈ രീതിയിൽ കാണിക്കത്തി പറഞ്ഞിട്ട് ഇവനാണെങ്കിൽ അങ്ങോട്ടേക്ക് നടന്ന് പോകുന്നുണ്ടായിരുന്നു കേട്ടോ. ഇവൻ്റെ പിന്നാലെയാണെങ്കിൽ ഇവളും
നടന്ന് പോകുന്നുണ്ടായിരുന്നു. ഇവൾക്ക് നല്ല രീതിയിൽ നമ്മുടെ ആയനെ മിസ് ചെയ്യുന്നുണ്ടായിരുന്നു. പക്ഷേ ഇവ നല്ല രീതിയിൽ ഇവളെ കെയറും ചെയ്യുന്നുണ്ട് ഓരോ കാര്യത്തിനും. അങ്ങനെ ഇവ നടന്നു പോകുമ്പോൾ നേരെ കഫറ്റീരിയയിലേക്കായിരുന്നു പോയിട്ടുണ്ടായിരുന്നത്. ഇവിടെ എത്തിയപ്പോൾ അവനെ കാണാനില്ല. ഇവളാണെങ്കിൽ നേരെ വെള്ളം വാങ്ങിക്കാനായിട്ട് പോകുന്നുണ്ട്. അപ്പോൾ ആ വെള്ളം തുറക്കുന്ന സമയത്താണെങ്കിൽ തൊട്ടടുത്ത് നിൽക്കുന്ന ആ പെൺകുട്ടീൻ്റെ മേത്ത് ഒന്നാകണ്ട് തുറിച്ച് പോകുന്നുണ്ടായിരുന്നു. ആ പെൺകുട്ടീനോട് ഓരോ കാര്യങ്ങളൊക്കെ ചോദിക്കുന്നുണ്ട്. പക്ഷേ ഇവർ രണ്ടുപേരും അവളുടെ നമ്മുടെ ആലിസിൻ്റെ തലയിൽ കൂടെ ആ ഒരു കോഫിയോ കാര്യങ്ങളും എടുത്തിട്ട് ഒഴിക്കുന്നുണ്ടായിരുന്നു. ഇവൾക്കാണെങ്കിൽ നല്ല സങ്കടവും കാര്യങ്ങളൊക്കെ വരുന്നുണ്ട്. ഇവളാണെങ്കിൽ ആകെ സങ്കടപ്പെട്ടിട്ട് നേരെ അവിടെ ചെന്നിരുന്ന് കരയുന്നുണ്ടായിരുന്നു കേട്ടോ. അത് കണ്ടിട്ടായിരുന്നു ട്രിപ്പ് അങ്ങോട്ടേക്ക് വരുന്നത്. എന്ത് പറ്റി, നിനക്ക് എന്താ പറ്റിയെന്നുള്ള രീതിയിലൊക്കെ ചോദിക്കുമ്പോൾ അവൾ പറയുന്നുണ്ടായിരുന്നു, എനിക്കിവർ ആരും അറിയിപ്പില്ല, പിന്നെ ഇവർ എന്തിനെല്ലാവരും എന്നോട് ഇങ്ങനെ ഈ രീതിയിൽ പെരുമാറുന്നുള്ള കാര്യങ്ങളെക്കുറിച്ചൊക്കെ പറയുന്നുണ്ട്. അപ്പോൾ അവൾ പറയുന്നുണ്ട് വീട്ടിൽ കൊണ്ടുപോയി തരാമെന്ന്. അപ്പോൾ അവൾ പറയുന്നുണ്ടായിരുന്നു എനിക്കങ്ങനെ പറ്റില്ല, അമ്മ കണ്ടു കഴിഞ്ഞാൽ സീനാവുന്നില്ല. കാരണം സംഭവം വേറെ നിന്നോട് ബുള്ളിങ്ങും കാര്യങ്ങളൊക്കെ ആയിക്കഴിഞ്ഞാൽ വേഗം അവളെ സ്റ്റേറ്റിലേക്ക് അയക്കുമല്ലോ. സോ അതിൻ്റെ ഒരു ടെൻഷനും കാര്യങ്ങളൊക്കെയാണ് ഇവളോട് പ്രകടമാക്കുന്നുണ്ടായിരുന്നു. അപ്പോൾ വേഗം പുറത്തേക്ക് പോകുന്നുണ്ട് പുതിയ ഡ്രസ്സോ കാര്യങ്ങളൊക്കെ ചേഞ്ച് ചെയ്യാൻ വേണ്ടിയിട്ട്, വാങ്ങിക്കാൻ വേണ്ടിയിട്ട്. അപ്പോൾ അവൻ പറയുന്നുണ്ടായിരുന്നു നീ ആകെ ചായയിൽ കുളിച്ച പോലെ ഉണ്ട്, അതുപോലെ തന്നെ ഡ്രസ്സും കാര്യങ്ങളൊക്കെ നിഴലടിക്കുന്നുണ്ട് പറഞ്ഞ് കളിയാക്കുന്നത്. ഇവൾക്കാണെങ്കിൽ ഭയങ്കര ഷൈ ആയി തോന്നുന്നുണ്ടായിരുന്നു. അങ്ങനെ അവൻ്റെ വണ്ടിയിൽ പോകാൻ വേണ്ടിയിട്ട് ഇവർ പ്ലാൻ ചെയ്യുന്നുണ്ട്. അപ്പോൾ ഇവൾ പറയുന്നുണ്ട് ഇവൾക്ക് നല്ല പേടിയാന്നുള്ള കാര്യം പറയുമ്പോൾ അവൻ പറയുന്നുണ്ട് പതുക്കെ പോകാനുള്ള രീതിയിലൊക്കെ. അങ്ങനെ ഇവനാണെങ്കിൽ നിഴലടിക്കുന്നുണ്ടായിരുന്നല്ലോ. അപ്പോൾ അവൻ്റെ കോട്ടും കാര്യങ്ങളൊക്കെ അവൾക്ക് ഇട്ട് കൊടുക്കുന്നുണ്ടായിരുന്നു കേട്ടോ. ഇതാണെങ്കിൽ അങ്ങോട്ടേക്ക് വന്നിട്ട് ഡ്രേക്ക് കാണുന്നുണ്ടായിരുന്നു. ഡ്രേക്ക് കണ്ട് അവിടെ നിന്ന് മാറി നിൽക്കുന്നുണ്ടായിരുന്നു. ഡ്രേക്കിനാണെങ്കിൽ നല്ല ദേഷ്യവും കാര്യങ്ങളൊക്കെ വരുന്നുണ്ടായിരുന്നു. ഇവനാണെങ്കിൽ നല്ല കെയർ ചെയ്തിട്ട് ഇവിടെ ബാഗിൽ ഇരുത്തുന്നുണ്ടായിരുന്നു. എന്നിട്ടാണെങ്കിൽ നല്ല സ്പീഡിലായിരുന്നു വണ്ടി വിട്ടിട്ടുണ്ട്. ഇവളാണെങ്കിൽ ചീറിയിട്ടായിരുന്നു വണ്ടിയുമ്പോൾ പോകുന്നുണ്ടായിരുന്നു. ദൈവമേ രക്ഷിക്കണേ എന്നുള്ള രീതിയിൽ ചീറി പോകുന്നുണ്ടായിരുന്നു. അങ്ങനെ അവിടെ എത്തിയപ്പോൾ പെട്ടെന്ന് തന്നെ അവളെ ഇറങ്ങിയിട്ട് ദൈവത്തിനോട് പ്രാർത്ഥിക്കുന്നുണ്ടായിരുന്നു ജീവൻ തിരിച്ച് കിട്ടിയല്ലോ എന്നുള്ള രീതിയിൽ. കൂടെ അവന് തട്ടും കൊടുക്കുന്നുണ്ടായിരുന്നു കേട്ടോ. അങ്ങനെ ഇവളാണെങ്കിൽ മാളിൽ ചെന്ന് ഡ്രസ്സും കാര്യങ്ങളൊക്കെ പർച്ചേസ് ചെയ്യുന്നുണ്ടായിരുന്നു. അങ്ങനെ ഡ്രസ്സും കാര്യങ്ങളൊക്കെ പർച്ചേസ് ചെയ്ത് അടിമുടി ഒരുങ്ങിയിട്ടായിരുന്നു വന്നിട്ടുണ്ടായിരുന്നത്. ഇത് കണ്ടിട്ടാണ് ട്രിപ്പിന് അവളെ നോക്കി നിൽക്കാൻ തോന്നുന്നുണ്ട്. കാരണം അത്ര അടിപൊളിയായിട്ടുണ്ട്. അപ്പോൾ അവൻ പറയുന്നുണ്ടായിരുന്നു ലുക്കായി വന്നെന്നുള്ള കാര്യം. അത് അവൾക്ക് ജസ്റ്റ് ഒന്ന് കേട്ടിട്ട് ഇഷ്ടത്തോട് കൂടി കേൾക്കുന്നുണ്ടായിരുന്നു. പിന്നീട് തിരിച്ചു പോകാനായിട്ട് ഒരുങ്ങി നിൽക്കുന്ന സമയത്ത് ആ വണ്ടി കയറാൻ അവൾ തയ്യാറല്ല കേട്ടോ. കാരണം സ്പീഡിൻ്റെ ആ ഒരു കാര്യം ഇവൾക്ക് നല്ല രീതിയിൽ പേടിയും കാര്യങ്ങളൊക്കെ ആയതുകൊണ്ടാണ് വേഗം തന്നെ അവിടെ നിന്ന് ഒരു ഊബർ വിളിച്ചിട്ടുണ്ടായിരുന്നു. സോ ആ ഒരു ഊബറിൽ തന്നെ ഇവൾ കയറുന്നുണ്ട്. കൂടെ നല്ല കെയറായിട്ട് തന്നെ അവൻ പെരുമാറുന്നുണ്ടായിരുന്നു. അവൾക്കാണെങ്കിൽ SCA കോളേജിലേക്കാണ് പോകേണ്ടത്. അപ്പോൾ ആ ഒരു കൺസേണോട് തന്നെ അവൻ ഇങ്ങനെ പെരുമാറുന്നുണ്ടായിരുന്നു. കൂടാതെ ആ ഒരു വണ്ടീൻ്റെ ആ ഒരു പേപ്പർ പ്ലേറ്റും കാര്യങ്ങളൊക്കെ ഫോട്ടോ എടുത്ത് ഭയങ്കര കെയറായിട്ട് തന്നെ ബിഹേവ് ചെയ്യുന്നുണ്ടായിരുന്നു. അങ്ങനെ ഉള്ളാണെങ്കിൽ അവിടെ ചെന്നിട്ട് ആ ഒരു ബിസിനസ് ഡിപ്പാർട്ട്മെൻറ്റ് അത് നോക്കുന്നുണ്ടായിരുന്നു. കാരണം ഡ്രേക്കിനെ കാണണമല്ലോ എന്നുള്ള രീതിയിൽ. അങ്ങനെ നോക്കുമ്പോൾ ഇവിടെ ആയിരിക്കും എൻ്റെ ബോയ് ഫ്രണ്ട് പഠിക്കുന്നുള്ള ആ ഒരു എക്സൈറ്റ്മെൻറ്റും കാര്യങ്ങളും ഉണ്ടായിരുന്നു. അങ്ങനെ ഡ്രേക്കിനെ കാണുന്നുണ്ട് കേട്ടോ. അപ്പോൾ ഇവളാണെങ്കിൽ ഡ്രേക്ക് എന്ന് ഉറക്കനെ വിളിക്കുന്നുണ്ട്. അപ്പോൾ അവിടെ എല്ലാവരും ഇവളെ തന്നെ നോക്കുന്നുണ്ട്. അപ്പോൾ ഒരുപാട് ഡ്രേക്ക് ഉണ്ടോ ഇവനെ എൻ്റെ ഉള്ളതെന്ന രീതിയിൽ അവൾ വേഗം ഓടിച്ചതിന് ഇങ്ങനെ സംസാരിക്കുന്നത്. ഹായ് ഡ്രേക്ക്, നിനക്ക് ക്ലാസ്സും കാര്യങ്ങളൊക്കെ ഇല്ലേ എന്ന രീതിയിൽ സംസാരിക്കുമ്പോൾ അവൻ തിരിച്ച് ചോദിക്കുന്നത് നിനക്ക് ക്ലാസ്സും കാര്യങ്ങളൊന്നും ഇല്ലേ എന്നുള്ള രീതിയിൽ. അപ്പോൾ ഹാപ്പിയായിട്ട് കാണാൻ വന്നവളാണെങ്കിൽ ആകെ നെറ്റിക്കെത്താം. കാരണം അവൾക്ക് ക്ലാസ്സും കാര്യങ്ങളൊക്കെ ഉണ്ട്. അപ്പോൾ അവൾ വേഗം പറഞ്ഞ് തിരിച്ച് പോകുന്നുണ്ടായിരുന്നു. ഇത് കണ്ടിട്ടാണെങ്കിലും ചിരിയും കാര്യങ്ങളൊക്കെ വരുന്നുണ്ടായിരുന്നു കേട്ടോ. പിന്നീട് നമ്മൾ കാണുന്നത് ഇവളാണെങ്കിൽ തിരിച്ചിങ്ങനെ പോകാൻ നിൽക്കുന്നുണ്ട്. അങ്ങനെ പോയിട്ട് ഇവളുടെ ക്ലാസ്സിൽ ജോയിൻ ചെയ്യുന്നുണ്ടായിരുന്നു. പിന്നെ ഇവരുടെ ക്ലാസ്സും കാര്യങ്ങളൊക്കെയാണ് കാണിക്കുന്നത്. ഓരോരുത്തരുടെ ക്ലാസ്സിൽ ഡ്രേക്ക് ആണെങ്കിൽ ക്ലാസ്സിൽ നല്ല രീതിയിൽ പെർഫോമും കാര്യങ്ങളൊക്കെ ചെയ്യുന്നുണ്ട്. ഷീനും അതുപോലെ തന്നെ ഗെൻഡൊക്കെ ഓരോ ചോദ്യം ചോദിക്കുമ്പോൾ നല്ല ഉത്തരവും കാര്യങ്ങളൊക്കെ വിളിച്ച് പറയുന്നുണ്ടായിരുന്നു. കൂടെ തന്നെ നമ്മുടെ ആണെങ്കിൽ നല്ല അടിപൊളിയായിട്ട് ഒരുങ്ങിയിട്ട് ഇപ്പോൾ അവളും മൊത്തത്തിൽ ലുക്കും കാര്യങ്ങളൊക്കെ മാറിയിട്ടുണ്ട്. ഹെയർ കളറും കാര്യങ്ങളൊക്കെ നമ്മുടെ പുള്ളിക്കാരൻ ട്രിപ്പാണെങ്കിൽ നമ്മുടെ ആലിസിൻ്റെ പിക്കും കാര്യങ്ങളൊക്കെ വരച്ച് നിൽക്കുന്നുണ്ടായിരുന്നു. ആണെങ്കിൽ അവളുടെ ആ ഒരു പണിപ്പുരയിലായിരുന്നു. നല്ല ഹെയറൊക്കെ നീട്ടി വളർത്തി മുടിയൊക്കെ കളർ നല്ല ലുക്കിലായിരുന്നു. കൂടാതെ നമ്മുടെ ആലിസ് ആണെങ്കിൽ നല്ല രീതിയിൽ തന്നെ പണിയും കാര്യങ്ങളൊക്കെ ചെയ്യുന്നുണ്ട്. അവൾക്ക് കുക്കിംഗ് ആണെങ്കിലും ഇൻട്രസ്റ്റ്. സോ ആ ഒരു ഫീൽഡായിരുന്നു അവൾ ചൂസ് ചെയ്തിട്ടുണ്ടായിരുന്നു. അത് ഡ്രേക്ക് അവളെ കൂട്ടിക്കൊണ്ട് പോകാൻ വന്നിട്ടുണ്ടായിരുന്നു. ഇവളാണെങ്കിൽ ഓരോ നടന്ന കാര്യങ്ങളിൽ നിന്ന് ഡോണറ്റ് ഉണ്ടാക്കി ഇന്നത്ര ശരിയായില്ല എന്ന രീതിയിൽ ഓരോ കാര്യങ്ങൾ സംസാരിച്ച് നല്ല രീതിയിൽ സംസാരിച്ചിട്ടായിരുന്നു വരുന്നുണ്ടായിരുന്നത്. കൂടാതെ അവിടെ ഹോട്ടലിലെത്തുമ്പോൾ അവരുടെ റൂമിലേക്ക് ഇങ്ങനെ കയറാൻ നിൽക്കുന്ന സമയത്തായിരുന്നു അങ്ങോട്ടേക്ക് ഷെയർ വരുന്നുണ്ടായിരുന്നു. എൻ്റെ ഹസ്ബൻഡ് അടുത്ത് നിനക്കെന്താ പരിപാടി എന്നുള്ള രീതിയിൽ ഷെയർ ആ ഒരു ക്വസ്റ്റ്യൻ ചോദിച്ചിട്ട് ഹസ്ബൻഡോ എന്നുള്ള രീതിയിൽ നമ്മുടെ ആലിസ് നെട്ടി നിൽക്കുന്നത് കാണിച്ചുകൊണ്ടാണ് ഇന്നത്തെ എപ്പിസോഡ് അവിടെ അവസാനിക്കുന്നത്. വീഡിയോ ഇഷ്ടപ്പെട്ടെന്ന് ലൈക്ക് ചെയ്യാൻ, നിങ്ങളുടെ അഭിപ്രായങ്ങളൊക്കെ താഴെ കമൻറ്റ് ബോക്സിൽ രേഖപ്പെടുത്താൻ, ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവർക്കും സബ്സ്ക്രൈബ് ചെയ്ത് ബെല്ലൈക്കൻ ക്ലിക്ക് ചെയ്ത് ഓൾ എന്ന ഓപ്ഷൻ ക്ലിക്ക് ചെയ്യുക. കൂടാതെ ഹൈപ്പ് ഓപ്ഷൻ ക്ലിക്ക് ചെയ്ത് ചാനൽ സപ്പോർട്ട് ചെയ്യാനും മറക്കരുത്. ദിസ് ഈസ് സെവൻ സൈനിങ് ഔട്ട്. അടുത്തൊരു വീഡിയോയിൽ കാണാം. ബൈ.